ഇന്നൊരു ഈസി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. സോ വെൽക്കം ബാക്ക്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനായി നമ്മൾ എടുക്കുന്നത് ഉഴുന്നാണ്. 1 ഗ്ലാസ് ഉഴുന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കിയ ഉഴുന്ന് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഒരു 4 മണിക്കൂർ നേരം ഇത് സോക്ക് ചെയ്ത് വെക്കണം. നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12 മണിക്കൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 മണിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 4 മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉഴുന്നാണിത്. ഈ വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് ഉഴുന്നൊന്ന് അരച്ചെടുക്കണം. അതിനായി നമുക്ക് ഈ ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. അധികം വെള്ളം വേണ്ട. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഒറ്റ ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഈ അരച്ചെടുത്ത ഈ മാവിലേക്ക് നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് ആഡ് ചെയ്യുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് മറ്റൊന്നുമല്ല, ഒരു സവാള, ഒരു മീഡിയം സൈസ്ഡ് സവാള ചെറുതായി കൊത്തി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കൊത്തി അരിഞ്ഞത്, പിന്നെ ഇലകളാണ് കറിവേപ്പില, മല്ലിയില, പുതിനയില. ഇതെല്ലാം ഒരു കൈപ്പിടിയിൽ കുറവായിട്ട് അരിഞ്ഞിട്ടത്. ഇതെല്ലാമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മാവിലേക്ക് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്നാക്ക് ഉണ്ടാക്കാനുള്ള പണി ഇത്രയേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു കടായി എടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന മാവ് 1 ടേബിൾ സ്പൂണിൻ്റെ പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഇതിലൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു 4 സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 2 സൈഡും നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. 2 സൈഡും ഒരു ഗോൾഡൻ യെല്ലോ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് ഡിപ്പായിട്ട് യൂസ് ചെയ്യുന്നത് ചട്നിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ചട്നിയും റെഡിയാക്കാം. ഇതിലേക്കുള്ള ചട്നിയും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ 1/2 ഇഞ്ച് സൈസുള്ള ഒരു ഇഞ്ചി. അത് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ആദ്യം നല്ലപോലെ അരച്ചെടുക്കുക. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വറവിടണം. അതിനായി ഒരു ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചട്നി ഒഴിച്ച് കൊടുക്കണം. ചട്നി ഒന്ന് ചൂടായി തിളച്ച് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്കുള്ള ചട്നിയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഈ ഒരു സ്നാക്കും ചട്നിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ, ഈ റെസിപ്പി എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.